കോഴിക്കോട് രാമനാട്ടുകരയിൽ അതിഥി തൊഴിലാളിയുടെ മകളെ കാമുകനും സുഹൃത്തുക്കളും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന് പരാതി. കാറിൽ വെച്ച് മയക്കി കിടത്തി ഹോട്ടലിലേക്ക് കൊണ്ടുപോയെന്നാണ് ആക്ഷേപം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരും. നിഖിൽ, എന്താണ് സംഭവം? കോഴിക്കോട് രാമനാട്ടുകരയിലെ സംഭവമാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മർദ്ദനമേറ്റതിൻ്റെയൊക്കെ ശരീരത്തിൽ ചോര തണർത്ത് കിടക്കുന്ന പാടുകളൊക്കെ അതിൽ കാണാം. അതിഥി തൊഴിലാളിയുടെ മകളാണ്. മകളെ കാമുകനും സുഹൃത്തുക്കളും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് ആ പരാതി. കാറിൽ വെച്ച് മയക്കി കിടത്തി ഹോട്ടലിലേക്ക് കൊണ്ടുപോയെന്നും ആക്ഷേപമുണ്ട്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ആയിരുന്നു. നിഖിൽ, എത്ര വയസ്സുള്ള പെൺകുട്ടിയാണ് ഇത്? പോലീസിൽ പരാതിയുണ്ടോ? പോലീസ് പറയുന്നത് എന്താണ് നിഖിൽ? ഹഷ്മി, കഴിഞ്ഞ 19-നാണ് ഈ സംഭവം നടക്കുന്നത്. 17-കാരിയാണ് ഈ പെൺകുട്ടി. അവർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വന്ന് ജോലി ചെയ്യുകയാണ്. ഈ കുട്ടി രാമനാട്ടുകരയിലെ ഒരു മാളിലെ കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഈ കുട്ടിയുടെ കാമുകൻ യുവാവ് ഈ 19-ന് കടയ്ക്ക് പുറത്തേക്ക് വിളിക്കുന്നു. തങ്ങൾക്കൊന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ ക്ഷണിക്കുകയാണ്. അങ്ങനെ ഒരു കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. കടയിൽ നിന്ന് അവധിയെടുത്ത് ഈ കുട്ടി അവർക്കൊപ്പം കാറിൽ പോകുന്നു. അല്പസമയം കഴിയുമ്പോഴേക്കും ക്ലോറോഫോം പോലെയുള്ള എന്തോ ഒരു ദ്രാവകം ഉപയോഗിച്ച് ഈ കുട്ടിയെ ബോധരഹിതയാക്കുകയാണ്. പിന്നീട് ഈ കുട്ടി കണ്ണു തുറക്കുമ്പോൾ കാറിൽ 4 പേരുണ്ട്. തൻ്റെ കാമുകനെ കൂടാതെ 4 പേർ കൂടിയുണ്ട്. ഇവർ ഈ കാറിൽ വെച്ച് കുട്ടിയെ ഉപദ്രവിക്കുകയും തുടർന്ന് മറ്റൊരിടത്ത് കൊണ്ടുപോയി അവിടെ പാർപ്പിച്ച് ഈ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ കുട്ടിയുടെ കയ്യിൽ വലിയ പരിക്ക് ഇവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ കുട്ടി ഇതിനെ ചെറുക്കാൻ തുടങ്ങിയപ്പോൾ ഈ മാരകമായിട്ടുള്ള പരിക്കുകൾ ഈ കുട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം, അതായത് 20-ന് ഈ കുട്ടിയുടെ വീടിനോട് ചേർന്ന് തന്നെയുള്ള ഒരു റോഡിൽ ആളൊഴിഞ്ഞ പ്രദേശത്ത് ഈ കുട്ടിയെ ഇറക്കി വിടുകയായിരുന്നു. സത്യത്തിൽ നമ്മെ നടുക്കുന്ന ഒരു സംഭവമാണ് രാമനാട്ടുകരയിൽ സംഭവിച്ചിട്ടുള്ളത്. ഫറോക്ക് പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഈ കുട്ടിയെ 19-ാം തീയതി ഈ കുട്ടി കടയിൽ പോയി മടങ്ങി വരേണ്ടുന്ന സമയമായിട്ടും കാണാതായതിനെ തുടർന്ന് കുട്ടിയുടെ രക്ഷിതാവ് ഫറോക്ക് പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്ന് കാര്യമായിട്ടുള്ള അന്വേഷണം കുട്ടിക്ക് വേണ്ടി നടത്തിയെങ്കിലും ഈ കുട്ടിയെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. പിറ്റേ ദിവസമാണ് ഇവർ ഈ കുട്ടിയെ വീടിനോട് ചേർന്ന പരിസരത്ത് ഉപേക്ഷിച്ച് കടന്നു കളയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫറോക്ക് പോലീസ് കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം ഈ പ്രതികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. ഇതിനോടകം തന്നെ കുട്ടിയുടെ കാമുകൻ എന്നറിയപ്പെടുന്ന യുവാവിനെ കണ്ടെത്തിയതായാണ് പോലീസ് പറയുന്നത്. കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരു ട്രേസ് ചെയ്തിട്ടുണ്ട്, പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ കേസ് കൊടുത്തു എന്ന് അറിഞ്ഞതിന് പിന്നാലെ ഈ യുവാവ് ഒളിവിൽ പോയിരിക്കുകയാണ്. എന്തായാലും ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ കുട്ടിയെ ഇപ്പോൾ ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാനസികമായി തകർന്നുപോയ ഈ കുട്ടിക്ക് കൗൺസിലിംഗ് അടക്കം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കുട്ടി ഇപ്പോൾ ജുവനൈൽ ഹോമിലാണ് ഉള്ളത്. പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം വളരെ ഊർജ്ജമായി നടക്കുന്നുമുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവർക്ക് കാര്യമായി മലയാളം പോലും കൃത്യമായി പറയാൻ അറിയാത്ത ആളുകളാണ്. അവർ അല്പനാളെ ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. ഈ 2 മാസം മാത്രമായിട്ടുള്ളൂ ഈ കുട്ടി ഈ ഷോപ്പിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്. അത്ര നിസ്സഹായരായ ഒരു കുടുംബത്തെയാണ് ആ കുടുംബത്തിനെ തന്നെ ശിഥിലമാക്കുന്ന തരത്തിലാണ് ഒരു യുവാവ് ഇപ്പോൾ ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒരിടത്ത് പാർപ്പിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവർ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. ലഹരിയുടെ മറവിലാണ് ഈ കുട്ടിയെ ഒരു ദിവസം മൊത്തം അവിടെ പിടിച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഫറോക്ക് പോലീസ് ഈ കേസ് വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ വലിയ ഗൗരവത്തിലാണ് പോലീസ് ഈ കേസിനെ കാണുന്നത്. എത്രയും വേഗത്തിൽ ഈ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഫറോക്ക് പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഹാഷ്മി. ഓക്കെ, നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.